നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗ്രീഷ്മയെ ജീവനതുല്യം സ്നേഹിച്ച കാമുകൻ ഷാരോൺ പ്രണയിക്കുക മാത്രമല്ല നിരന്തരം ലൈംഗിക ബന്ധത്തിനും ഷാരോണിനെ ഗ്രീഷ്മ പ്രേരിപ്പിച്ചിരുന്നു. ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ നിശ്ചയിച്ചുറപ്പിച്ച ദിവസം അതിന് തലേന്ന് രാത്രി 1 മണിക്കൂർ 7 മിനിറ്റാണ് ഷാരോണുമായി ഗ്രീഷ്മ സംസാരിച്ചത്. ഈ സംസാരിച്ചതത്രയും ലൈംഗിക കാര്യങ്ങൾ. രാവിലെ വീട്ടിലാരുമില്ല, നീ അവിടെ വരണം എന്നാവശ്യപ്പെടുന്ന ഗ്രീഷ്മ രാവിലെ 7:35 വീണ്ടും ഗ്രീഷ്മ ഷാരോൺ രാജിനെ വിളിക്കുന്നു. ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്നു. നിർബന്ധിച്ചവനെ തൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തുന്നു. ഷാരോണുമായുള്ള ലൈംഗിക ബന്ധം കഴിഞ്ഞയുടൻ തന്നെ നീ ജ്യൂസ് ചലഞ്ചൊക്കെ നടത്തുമെന്ന് പറഞ്ഞയാളല്ലേ? പിന്നെ നൽകിയത് വിഷം കലർത്തിയ കഷായം. കഷായത്തിൻ്റെ കയ്പ് മാറാൻ അവൾ അവന് ജ്യൂസ് നൽകി. പിന്നെ അവൻ്റെ മുഖം ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു. മുറിയിൽ തന്നെ ഷാരോൺ രാജ് ഛർദ്ദിച്ചു. പിന്നീട് സുഹൃത്തിൻ്റെ ബൈക്കിൽ ഷാരോൺ രാജ് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് പലവട്ടം ഛർദ്ദിച്ചു. പച്ച നിറത്തിൽ ഛർദ്ദിച്ച ഷാരോൺ രാജ് ഇക്കാര്യം പറഞ്ഞ് ഗ്രീഷ്മയ്ക്ക് മെസ്സേജ് ഇട്ടു. ഗ്രീഷ്മയെ വാവേ എന്ന് സ്നേഹത്തോടെയാണ് അപ്പോഴും ഷാരോൺ രാജ് വിളിച്ചത്. സ്നേഹിച്ച് ലൈംഗിക ബന്ധത്തിലൂടെ തന്നിലേക്ക് ചേർത്തു പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവന് വിഷം പകർന്നു കൊന്ന ചെകുത്താൻ തന്നെയാണ് ഗ്രീഷ്മ. എന്നാൽ ഏറെ വിചിത്രമെന്ന് പറയട്ടെ, ഇന്ന് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യം. ഉടൻ തന്നെ ഗ്രീഷ്മ എഴുന്നേറ്റ് ഒരു കത്തുമായി കോടതിയെ സമീപിക്കുന്നു. താൻ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ്. ഇനി കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായം. MA ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടെയാണ് താൻ പാസ്സായത്. അച്ഛനും അമ്മയ്ക്കും ഞാൻ ഏക മകളാണ്. എനിക്ക് പഠിക്കണം, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ശിക്ഷയിൽ നിന്ന് പരമാവധി ഇളവ് നൽകണമെന്നാണ് ഗ്രീഷ്മ കോടതിയോട് അപേക്ഷിച്ചത്. എന്നാൽ ഇവൾക്ക് ചെകുത്താന്റെ മനസ്സാണ്, വധശിക്ഷയാണ് ഇവൾ അർഹിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് പറഞ്ഞു. ഗ്രീഷ്മ നൽകിയ കത്തിനൊപ്പം അവളുടെ ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിക്ക് കൈമാറി. ഗ്രീഷ്മയുടേത് ചെകുത്താന്റെ മനസ്സാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊന്നത്. സ്നേഹം നടിച്ച് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവൾ കൊലപാതകം നടത്തിയത് ആസൂത്രിതമായി. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് എന്നതിന് ഇതിൽ പരമെന്ത് തെളിവ് വേണം? അതിക്രൂരയായ ഒരു കുറ്റവാളിക്ക് മാത്രമേ ഇങ്ങനൊരു കൃത്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അവൾ ഇതൊക്കെ ചെയ്തത്. അതിനായി പരിശോധനകൾ നടത്തി മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണിത്. ഒന്നും അവിചാരിതമല്ല. കീടനാശിനി കലർത്തിയ കഷായം ഷാരോൺ രാജിന് നൽകുന്നതിന് മുൻപ് അവൾ ഗൂഗിളിൽ എല്ലാം സെർച്ച് ചെയ്തിരുന്നു. എന്നിട്ട് അവൾ ഉറപ്പിച്ചു, ഈ കീടനാശിനി കഴിച്ചാൽ അതിന് മറുമരുന്നില്ല, മരിക്കുക മാത്രമേ അവന് മുന്നിൽ മാർഗമുള്ളൂ. അതിവിദ്യാസമ്പന്നയായ ഒരു യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണിവിടെ. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ഓർമ്മപ്പെടുത്തി. അവൻ്റെ കുറേ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് ഒരുവിധത്തിലും മനസ്താപമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല. എന്നാൽ കോടതിയെപ്പോലും നടുക്കിക്കൊണ്ട് പ്രതിഭാഗം അഭിഭാഷകന്റെ മറ്റൊരു വാദം, ഷാരോൺ ഒരു സാമൂഹിക വിരുദ്ധനാണ്. ഷാരോണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ട് എന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഗ്രീഷ്മയ്ക്ക് പരമാവധി വധശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദമുന്നയിച്ചപ്പോഴാണ് ഷാരോണിന്റെ സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമൊക്കെ പ്രതിഭാഗം വാദത്തിനായി എടുത്തിട്ടത്. ഷാരോൺ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. ബന്ധത്തിൽ നിന്ന് പലപ്പോഴും അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഷാരോൺ സമ്മതിച്ചില്ല. സൈനികനുമായുള്ള വിവാഹം നിശ്ചയിച്ചതിന് ശേഷവും അവൾ സമർത്ഥമായി ഷാരോണിനെ കബളിപ്പിക്കുകയായിരുന്നു. ഷാരോണുമായി ഉറ്റബന്ധം അവൾ തുടർന്നു. എല്ലാ ദിവസവും മണിക്കൂറുകളോളം അവൾ മൊബൈൽ ഫോണിൽ വിളിക്കും, മെസ്സേജുകൾ അയക്കും. ലൈംഗിക ബന്ധം തന്നെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ദൗർബല്യം. അവൾ അവനെ അതിനായി പരമാവധി ഉപയോഗപ്പെടുത്തി. വീട്ടിൽ വെച്ചും വെട്ടുകാട് പള്ളിയിൽ വെച്ചുമൊക്കെ ഇരുവരും തമ്മിൽ താലികെട്ടി. ഇതൊക്കെ ഗ്രീഷ്മയുടെ വെറും നാടകമായിരുന്നു. വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലികെട്ടിയതിനു ശേഷം തൃപ്പരപ്പിൽ ഒരു ഹോട്ടൽ മുറിയെടുത്തു. ലൈംഗിക ബന്ധം തന്നെയായിരുന്നു അവിടെയും ഗ്രീഷ്മയുടെ താല്പര്യം. ഒന്നാം പ്രതി ഗ്രീഷ്മയെ രാവിലെ 9:30 മണിക്ക് തിരുവനന്തപുരം വനിതാ ജയിലിൽ നിന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ എത്തിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ നേരത്തെ കോടതി വിട്ടയച്ചിരുന്നു. ഷാരോൺ മരിച്ച് 2 വർഷം കഴിയുമ്പോഴാണ് കേസിൽ വിചാരണ പൂർത്തിയാക്കി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയാനൊരുങ്ങുന്നത്. ഷാരോണിനെ വധിക്കുമ്പോൾ ഗ്രീഷ്മയുടെ പ്രായം വെറും 22. 4 വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. ഗ്രീഷ്മയുടെ വീട്ടിലെറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മയുടെ കുടുംബം ആവശ്യപ്പെട്ടു.
തുടർന്നാണ് മറ്റൊരു വിവാഹാലോചന ഉറപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് ഷാരോണിനെ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചുവെന്നും അവൻ പിന്മാറിയില്ല എന്നുമാണ് ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞത്. പ്രായം പരിഗണിച്ച ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന പ്രതിഭാഗം അഭിഭാഷകൻ 24 വയസ്സേ ഗ്രീഷ്മയ്ക്ക് പ്രായമുള്ളൂ, മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ല. എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായ മറ്റൊരു വാദമുഖമുയർത്തി. ഒരു ചെറുപ്പക്കാരനെ മാത്രമല്ല, സ്നേഹമെന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത്. 11 ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ആ ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. ആ വേദന നേരിൽ കണ്ട കുടുംബത്തിനും അവരുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ ഷാരോണിന്റെ വേദന കൃത്യമായി മനസ്സിലായി. പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു ദയയും ഇവൾ അർഹിക്കുന്നില്ല. പ്രതിക്ക് എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ ചോദിച്ചു. കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമല്ലേയുള്ളൂ. വിചാരണ ഘട്ടത്തിൽ ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചു. ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ആഗ്രഹിച്ചു. പക്ഷെ ബന്ധം ഉപേക്ഷിക്കാൻ ഷാരോൺ ഒരുക്കമായിരുന്നില്ല. ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഷാരോൺ ചെയ്തത്. കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ പോലും ഷാരോൺ പകർത്തി നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. കേസിൽ 1-ാം പ്രതിയായ ഗ്രീഷ്മയും 3-ാം പ്രതി അമ്മാവൻ നിർമ്മൽ കുമാറും തെറ്റുകാരാണ് എന്ന് കോടതി കണ്ടെത്തി. കോടതി മുറിക്കുള്ളിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആ വാദഭാഗം അത് പൂർണ്ണമായി കേരളം ഏറ്റെടുക്കുന്നു. ആ പ്രതിക്ക് ഒരു ചെകുത്താന്റെ മനസ്സാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.